ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിംഗ് എന്ന് പറയുമ്പോൾ ഇത് വലിയ സംഭവമൊന്നുമല്ല, ചെറിയൊരു സംഭവമാണ്. ഞങ്ങൾ ഇന്ന് മനാമയിലൂടെ നമ്മുടെ കോഴിക്കോട് റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോയി. അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്ത് സ്കൈ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. ഈ ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾ, ചീപ്പായിട്ടുള്ള ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വിൽക്കുന്നത്. അപ്പൊ അവിടെ നമ്മള് ഒരു പ്രോഡക്റ്റ് കണ്ട്, അപ്പൊ നമ്മളത് നമ്മുടെ ഒരു ഉപയോഗം നടക്കുന്നുള്ള രീതിയിൽ നമ്മളത് മേടിച്ചു. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൂടെ പാസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, മൊബിഫയറിന്റെ S30 എന്ന് പറയുന്ന ഒരു കോഡ്ലെസ് ഫോണാണിത്. ഇത് നോർമലി ഞങ്ങളിത് മേടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പം ഞാനോ അല്ലെങ്കിൽ വൈഫോ വീട്ടിൽ ചിലപ്പം ലേറ്റ് ആകാനോ അല്ലെങ്കിൽ വൈഫും ഞാൻ വരുന്നതിന് മുമ്പ് നമ്മൾ വെളിയിലോട്ട് എവിടെയെങ്കിലും പോവോ ജിമ്മിലോ ഒക്കെ പോകുന്ന സമയത്ത് മോൻ വീട്ടിൽ തനിച്ചാവുമ്പോൾ അപ്പം അവനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനും അവന് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനും വേണ്ടി ആണ് നമ്മൾ ഈ ഒരു മൊബൈൽ മേടിച്ചത്. ഇത് നമ്മുടെ പണ്ടത്തെ ഇപ്പൊ എല്ലാ ആൾക്കാരുടെയും കയ്യിൽ നമ്മുടെ മൊബൈലുകള് ആൻഡ്രോയിഡും അതുപോലെ ഐഫോൺ മോഡൽ അങ്ങനെയുള്ള നെറ്റൊക്കെ ഉപയോഗിക്കുന്ന മൊബൈലുകൾ ആയതുകൊണ്ട് നമ്മൾ മക്കളിലേക്ക് നമ്മൾ ഇല്ലാത്ത സമയത്ത് അങ്ങനെയുള്ള മൊബൈലുകൾ കൊടുക്കുന്നത് പല സേഫ്റ്റി പ്രശ്നങ്ങളും ഇവരോട് മിസ്യൂസ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മൊബൈൽ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യുന്നത്. ഈ മൊബൈൽ എന്ന് പറയുന്നത്, ഈ മൊബൈൽ ഇപ്പൊ അവിടെ ഒരു ഓഫർ ഉണ്ട് ഓൾറെഡി. ഇത് 5.5 BDക്കൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്ന സാധനം ഇപ്പൊ ഒരു ഓഫറിൽ 2.5 BDക്കാണ് ഇത് കൊടുക്കുന്നത്. അതുപോലെ ഇതിനകത്ത് നമുക്ക് STCയുടെയും സെയിന്റെയും കോളിംഗ് സിം ഇട്ടാൽ മതി. നമുക്ക് നെറ്റ് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് നെറ്റ് സിം മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്ത് ഉപയോഗമില്ല. ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നെറ്റിൻ്റെതായിട്ടുള്ള ഒരു ഉപയോഗം ഈ ഫോണിനകത്തില്ല. അപ്പൊ നമ്മൾ 2G 3G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന സിം, അതും STCയുടെയും സെയിന്റെയും ബെറ്റോൾക്കയുടെ സിം ഇതിനകത്ത് വർക്ക് ആകത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് മേടിച്ചത്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് അവരുടെ മൊബൈലും സാധാരണ മൊബൈലിന്റെ ഒരു പണ്ടത്തെ നമ്മുടെ നോക്കിയയുടെ ചെറിയ സെറ്റിന്റെ ആ ഒരു മോഡലിൽ തന്നെയാണ് ഇതിരിക്കുന്നത്. എങ്കിൽ പോലും ഇച്ചിരിയും കൂടെ നീളക്കൂടുതലുണ്ട്. മൊബിഫയർ എന്ന് പറഞ്ഞ ഒരു ചൈന ബ്രാൻഡ്. ഓൾമോസ്റ്റ് ഇതൊക്കെ ഇതുപോലത്തെ ഉള്ള 2.5 BDക്കൊക്കെ ഈ സാധനം കിട്ടണമെങ്കിൽ ഇതെന്തായാലും ചൈനയുടെ മേഡ് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ഇത് നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ഉപയോഗിക്കാം. കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമ്മുടെ മക്കളൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് പുറത്ത് ഒരു ആവശ്യത്തിന് പോകേണ്ടി വന്നാൽ ഇത് നമുക്ക് ഒരു സിം മേടിച്ചിട്ട് മക്കളെ കോണ്ടാക്ട് ചെയ്യണമല്ലേ, മക്കൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനോ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഈ ബ്രാൻഡ് തന്നെ ഇതുപോലത്തുള്ള ബ്രാൻഡിന് ഇതുപോലെ ഇത് സെയിം യൂസ് ഉള്ള പല ബ്രാൻഡിന്റെ മൊബൈലുകൾ നല്ല വില കൂടിയതായാലും ഉണ്ട്, മാർക്കറ്റിലുണ്ട്. പക്ഷെ നമുക്ക് അതൊരു സേഫ്റ്റി ആയിരിക്കും. ഇപ്പോഴുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള മൊബൈൽ വീട്ടിൽ മേടിച്ചു വെച്ചാൽ നെറ്റ് ഇല്ലാത്തയും അതുപോലെ മക്കൾക്ക് യൂട്യൂബോ മറ്റ് ഗെയിമുകളൊന്നും കളിക്കാൻ പറ്റാത്ത ടൈപ്പ് ഇങ്ങനത്തെ മൊബൈല് നമ്മുടെ വീട്ടിൽ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് സേഫ്റ്റിയാണ്. പിന്നെ മക്കളുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ ഇതിനെയൊക്കെ വിശ്വസിച്ച് നമുക്ക് ഒരു സാധനം വീട്ടിൽ വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനായാലും നമുക്ക് വിളിക്കാനും ഒക്കെ ആയാലും ഈസി ആയിട്ടുള്ള ഒരു മൊബൈലായിട്ട് എനിക്ക് തോന്നി. അപ്പം ഇതിന്റെ കൂടെ വരുന്ന ഈ മൊബൈലുണ്ട്. അതിന്റെ കൂടെ പിന്നെ ഇതിന്റെ ചാർജറുണ്ട്. നമ്മുടെ പണ്ടത്തെയൊക്കെ പോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ അതിന്റെ ബാറ്ററി വരുന്നുണ്ട്. പിന്നെ അതിനൊരു ഹെഡ്ഫോൺ ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഇതിന്റെ ഒരു ചാർജർ ഈ ടൈപ്പ് ഒരു ചാർജർ വരുന്നുണ്ട്. ഇത് വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് നമ്മുടെ കോഡ്ലെസ് ഫോണൊക്കെ ഉപയോഗിച്ചൊക്കെ പോലെ വീട്ടിൽ തന്നെ സൂക്ഷിക്കാം. ഇതിന്റെ ബാക്ക് സൈഡിൽ ചാർജിങ് പിന്നുണ്ട്, ചാർജ് ചെയ്യാം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു ചാർജറും കൊടുത്തിട്ടുണ്ട്. ഈ മൊബിഫയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ മൊബൈലാണിത്. അപ്പൊ വളരെ ചീപ്പായിട്ട് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ നോക്കി 2.5 BDക്കാണ് ഇങ്ങനെ ഒരു സാധനം അവിടെ നമ്മൾ കണ്ടത്. നോക്കണേ, ചൈനയിലൊക്കെ ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ഇത്രയും ഐറ്റമായിട്ടൊക്കെ 2.5 BDക്കൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് തന്നെ അപ്പൊ നമുക്ക് അത്ഭുതമായി സംഭവം. അപ്പം അങ്ങനെ ചീപ്പായി കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോൺ മേടിച്ച് വീട്ടിൽ വെച്ച് നോക്കാന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇത് തോന്നിയപ്പോൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചാണ് ഞാൻ ഈ അൺബോക്സ് വീഡിയോ ചെയ്യുന്നതും. നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞില്ല. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കവിടെ ഇവിടുത്തെ പല തിരക്കിന്റെ ഇടയിലും മക്കള് വീട്ടിൽ തനിച്ചുള്ളപ്പം നമുക്ക് അപ്പോഴും ഒരു ടെൻഷനാണ്. എത്രയും പെട്ടെന്ന് ഇതുപോലെ ട്രാഫിക്കിലൊക്കെ പെട്ട് കഴിയുമ്പോൾ നമുക്ക് എളുപ്പം വീട്ടിലെത്തും, മക്കൾ എന്ത് ചെയ്യുമായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ നമുക്കുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ
നമുക്ക് ഇതുപോലത്തെ ഫോൺ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സേഫ്റ്റിയാണ്. കാരണം മക്കളുടെയിലൊക്കെ നമ്മൾ അല്ലാതെ നെറ്റ് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ യൂട്യൂബ് ആണെങ്കിലും പല രീതിയിൽ മിസ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ ഉള്ള മക്കളെ അറിയാലോ, നമ്മളെക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അവർ പല ടിവിയിലും പല കാര്യങ്ങളും കണ്ടിട്ട് നമ്മൾക്ക് അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അത് തിരിച്ചിരിക്കുന്നുണ്ട്. ഇവൻ എനിക്ക് തന്നെ പല കാര്യങ്ങളും അറിയാൻ വയ്യാത്ത പല സംഭവങ്ങളും ഇവൻ കാണിച്ചു തന്നിട്ടുണ്ട് മൊബൈലിനകത്ത്. നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ എന്തിനാ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത്, ഇതിങ്ങനെ ചെയ്തൂടെ, ഇതിങ്ങനെ ചെയ്താൽ സിമ്പിൾ ആയിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യം യൂട്യൂബിനകത്ത്. അതുപോലെ എനിക്ക് വർഷങ്ങളായിട്ട് ഞാൻ ഇതുപോലെ മൊബൈൽ ആൻഡ്രോയിഡ് നെറ്റുള്ള ഫോൺ 5G ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിനകത്തൊക്കെ തന്നെ നമ്മളിങ്ങനെ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ സമയത്ത് അത് പറഞ്ഞിട്ട് നമ്മളത് പറഞ്ഞു QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. QR കോഡ് സ്കാൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളും സെർച്ചിന്റെ സിമ്പിൾ ഇട്ടിട്ട് നമ്മൾ പ്രസ് ചെയ്യണം. സെർച്ചിന്റെ സിമ്പിൾ ഇട്ട് നമ്മൾ മൈക്രോഫോൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സെർച്ച് ചെയ്തതിനേക്കാൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തതിനേക്കാളും എളുപ്പം നമുക്ക് കിട്ടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവനാണ് എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇപ്പോഴുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. മക്കള് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പല കാര്യങ്ങളും അവർക്ക് നമ്മുടെ മൊബൈലിൽ അവർ കാണിച്ചു തരുന്നതൊക്കെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളില്ലാത്ത സമയത്ത് ഇവര് പല കുരുത്തക്കേടുകളും കാണിക്കും. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് അവരെ ഒഴിവാക്കാനും നമുക്ക് കുറച്ചുകൂടെ ടെൻഷൻ കുറഞ്ഞ് മക്കളുമായിട്ട് എപ്പോഴും കോണ്ടാക്റ്റിൽ ഇരിക്കാനും ഒക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. അപ്പൊ ഇതുപോലുള്ള ഈ സെയിം മോഡലോ അല്ലെങ്കിൽ ഇതാകുമ്പോൾ വളരെ ചീപ്പാണ്. 2.5 വീഡിയോ ഉള്ളു. അപ്പം പിന്നെ നമുക്ക് STCയുടെ സെയിന്റെ ഒരു സിമ്മും കൂടെ മേടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യം നടക്കും. അപ്പം ഇതുപോലുള്ള വേറെ ബ്രാൻഡിന്റെ കുറച്ചുകൂടെ വിലയുള്ള മൊബൈലൊക്കെ കിട്ടും. അപ്പൊ അത് മേടിച്ച് നമ്മൾ വീട്ടിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരുമായിട്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളും വേറെ രീതിയിൽ ഇത് മിസ്യൂസ് ചെയ്യാതെയൊക്കെ നമുക്ക് ഉപകാരപ്രദമാവും. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.